തായ്ലൻഡ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേ 2 പൊളി ഐറ്റം കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് കഴിച്ചവരുണ്ടാവും, കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇതാണ് പൈനാപ്പിൾ സീ ഫുഡ് റൈസ്. അതുപോലെ തന്നെ ഇത് നോർമൽ സാലഡാണ്, സീ ഫുഡ് സാലഡ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഇപ്പം തന്നെ കാണുന്ന കലമാരിയൊക്കെയാണ്. കലമാരി അങ്ങനത്തെ ഷ്രിംസും അങ്ങനെയുള്ള സീ ഫുഡാണിത്. നല്ല ഒക്ടോപ്പസും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അടിപൊളിയാണ്. സീ ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ പൈനാപ്പിളിൻ്റെ ടേസ്റ്റും ഒരു മധുരവും അതൊക്കെ കൂടി മിക്സായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും അതിൽ കിട്ടുന്നുണ്ട്. മസാലയും ട്രൈ ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ, പൈനാപ്പിൾ റൈസ് വിത്ത് സീ ഫുഡ്. അപ്പോൾ നിങ്ങൾ തായ്ലൻഡ് വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് മസ്റ്റ് ട്രൈ ആയിട്ട് വേണം. വളരെ എന്താ പറയുക, ജ്യൂസിയാണല്ല, നമുക്ക് ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ ഷ്രിംസ് വായിൽ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കലമാരി വായിൽ വരുമ്പോഴാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അതിനോട് നമ്മുടെ നോർമൽ കാഷ്യൂസും അതുപോലെ കുറേ വെജിറ്റബിൾസിൻ്റെ കട്ടീസും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു മസ്റ്റായ ഐറ്റമാണ്. എല്ലാവരും ഇവിടെ വരുന്നു കഴിയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എവിടെയോ നമ്മുടെ നാട്ടിലെ പഴയ കല്യാണ വീട്ടിലെ ബിരിയാണിയുടെ ടേസ്റ്റും കൂടി വരുന്നുണ്ട്, എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ പൈനാപ്പിളൊക്കെ ഉള്ളത് തന്നെ വരികയുള്ളൂ. എനിവേ ഷുഡ് ട്രൈ ദിസ്. ഇതിനകത്ത് കട്ട് പീസസ് പൈനാപ്പിൾ ഉണ്ട് എങ്കിൽ പോലും ഇതണ്ട, നല്ല അടിപൊളി വലിയ പീസ് പൈനാപ്പിൾസും കൂടി ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. സൈഡിലൊക്കെ കവർ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്, നല്ല റൈസ് പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പച്ചൽ അടിപൊളിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോവുകയാണ്, സീ ഫുഡ് സാലഡ്. ഇതിൽ പേര് പോലെ തന്നെ അതിലെല്ലാ സീ ഫുഡ്സും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബാസിൽ ലീവ്സും എല്ലാം പച്ചക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ടൊമാറ്റോ ആയാലും ബാസിൽ ലീവ്സ് ആയാലും പിന്നെ കട്ട് പീസസ് ഓഫ് നമ്മുടെ ബീൻസ്. മലയാളികൾക്കൊക്കെ എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. നല്ല എരിവുണ്ട്, ഒരു മസ്റ്റ് ട്രൈ ആയിട്ടോ. ബാക്കി ഇതിൽ ഷ്രിംസ് ആയാലും കലമാരി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീ ഫുഡുകളെല്ലാം തന്നെ അവർ ബോയിൽ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബോയിൽഡ് ആയിട്ടുള്ള ഈ സീ ഫുഡുകളും അതിനോടൊപ്പം തന്നെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള പച്ചക്കുള്ള നമ്മുടെ വെജിറ്റബിൾസും കൂടി കൂട്ടി മിക്സ് ചെയ്ത് നമ്മൾ ചൂ ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സോസ് എന്ന് പറഞ്ഞാൽ അതിനും ഭയങ്കര എരിവാണ് കേട്ടോ. ഈ സാധനത്തിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതെ, സ്പൈസിൽ പറഞ്ഞാൽ ഭയങ്കര നാരങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാവും അതിന്. അതുപോലെ തന്നെ എന്താ ഒരു ചെറിയൊരു ഫിഷിൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടാവും ഇവരുടെ ഈ ഒരു സോസിന്. ഇവരുടെ നമ്മൾ എന്താ പറയുക, ഇവരുടെ ഒരു ട്രഡീഷണൽ സോസാണിത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫിഷിൻ്റെ ടേസ്റ്റ് അങ്ങനെ അധികം ഒരു റോ ഫിഷ് പോലത്തെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ സോസ് ഒഴിക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. അല്ലാണ്ട് ഇതിന് നല്ല എരിവുണ്ട്, അത്യാവശ്യം നല്ല കട്ടയ്ക്ക് എരിവുള്ളൊരു സാധനമാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നമ്മൾ തായ്ലൻഡിലും എല്ലാവർക്കും അറിയാം, നോർമലി ട്രൈ ചെയ്യണത് പപ്പായ സാലഡും അങ്ങനെയുള്ള ഐറ്റംസാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും പലതിൻ്റെ കൂടെയും പൊടിയായിരിക്കുള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ.